കൊമാല എന്ന ഗ്രാമത്തിലേക്ക് പെഡ്രോ പരാമോ എന്ന അച്ഛനെ തേടി ഹുവാൻ പ്രസിയാദോ എന്ന യുവാവ് എത്തുന്നതോടെയാണ് പെഡ്രോ പരാമോ എന്ന നോവൽ തുടങ്ങുന്നത്. ഹുവാൻ പ്രസിയാദോ അമ്മയ്ക്ക് കൊടുത്ത വാക്കായിരുന്നു അത്. മരിക്കുന്നതിന് മുമ്പ് അമ്മ അവനോട് ആ വാക്ക് ചോദിച്ചു വാങ്ങുകയായിരുന്നു. കൊമാല എന്ന ഗ്രാമത്തിൽ നിന്റെ അച്ഛനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് പെഡ്രോ പരാമോ എന്നാണ്. നീ അദ്ദേഹത്തെ ചെന്ന് പോയി കാണണം, നമുക്ക് അവകാശപ്പെട്ടതെല്ലാം ചോദിച്ചു വാങ്ങണം. അങ്ങനെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായി അവരുടെ മരണശേഷം ഹുവാൻ പ്രസിയാദോ കൊമാലയിലേക്ക് വരികയാണ്. കൊമാലയിലെത്തിയ ആ ചെറുപ്പക്കാരൻ കാണുന്നത് അമ്മയുടെ സങ്കല്പത്തിലോ അമ്മയുടെ ഓർമ്മയിലോ ഉണ്ടായ കൊമാല എന്ന ഗ്രാമമായിരുന്നില്ല, മറിച്ച് മരിച്ചുപോയ ഒരു ഗ്രാമമായിരുന്നു. പക്ഷെ അവിടെ അപ്പോഴും മനുഷ്യരും ശബ്ദങ്ങളും ഉണ്ടായിരുന്നു. മരിച്ചുപോയവരുടെ ശബ്ദങ്ങൾ, മരിച്ചുപോയവരുടെ ഓർമ്മകൾ. അങ്ങനെ മരിച്ചുപോയവരുടെ മാറ്റൊലികളിലൂടെയും ഓർമ്മകളിലൂടെയുമൊക്കെയാണ് ഹുവാൻ റൂൾഫോ പെഡ്രോ പരാമോ എന്ന നോവൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ നോവലിന്റെ പ്രത്യേകത ആരാണ് കഥ പറയുന്നതെന്ന് നമുക്ക് ആദ്യം ഒരിക്കലും മനസ്സിലാവുകയില്ല. ഈ നോവൽ ഒരു രാവണൻ കോട്ട പോലെ വായനക്കാരനെ ഇട്ട് വട്ടം കറക്കും. പക്ഷെ ഒരിക്കൽ കൊമാലയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറിയാൽ പിന്നീട് ഒരിക്കലും നമുക്കതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനാവില്ല. കൊമാലയിലെ ഓരോ മാറ്റൊലിയും വായനക്കാരനെ ആ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് പിടിച്ചുലയ്ക്കും. പെഡ്രോ പരാമോ എന്ന നോവലിന് ശേഷം ഹുവാൻ റൂൾഫോ കാര്യമായി ഒന്നും എഴുതുകയുണ്ടായില്ല. അദ്ദേഹത്തിന്റെ ശ്രദ്ധയും കൗതുകവുമൊക്കെ ഫോട്ടോഗ്രാഫിയിലേക്കാണ് തിരിഞ്ഞത്. അദ്ദേഹം എടുത്തുവെച്ച ചില ഫോട്ടോകൾ എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കൊമാല എന്ന ഗ്രാമത്തിലെ അന്തരീക്ഷത്തിനോട് ചേർത്ത് നിർത്താവുന്ന തരത്തിലുള്ള ഫോട്ടോഗ്രാഫിയായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാമറയിൽ പകർത്തിയത്. ഹുവാൻ റൂൾഫോ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച എഴുത്തുകാരിൽ ഒരാളാണ്.